നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. പുണർതം നക്ഷത്രത്തിൻ്റെ വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 2026 6 മാസം 2-ാം തീയതി വേഴഗ്രഹം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറി വരികയാണ്. അപ്പോൾ പുണർതത്തിന് 2 കൂറുണ്ട്. അത് മിഥുനക്കൂറിലാണ് മുക്കാൽ ഭാഗവും, അവസാനത്തെ കാൽഭാഗമാണ് കർക്കിടകക്കൂറ്. മിഥുനക്കൂറുകാർക്ക് വേഴൻ വരുന്നത് 2-ലും 3-ലും ആയിട്ടാണ്. കാരണം ഒരു വർഷം ഒരു രാശിയിലാണ് വേഴഗ്രഹം സഞ്ചരിക്കുന്നതെങ്കിലും ഈ വർഷം നമുക്ക് വേഴഗ്രഹം ചിങ്ങൻ രാശിയിലും കൂടെ പ്രവേശിച്ചിട്ട് വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് തിരിച്ച് സഞ്ചരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ 2026 6 മാസം 2-ാം തീയതി മുതൽ കർക്കിടകത്തിൽ വന്നിട്ട് പിന്നെ അത് 10-ാം മാസം ആകുമ്പോഴത്തേക്കും ചിങ്ങത്തിലേക്ക് വരും. വീണ്ടും 2027 ജനുവരി മുതൽ ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിൽ വരും. കർക്കിടകത്തിൽ 2027 6 മാസം 26-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാർക്ക് വേഴൻ 2 വരുന്ന ഘട്ടം വളരെ നല്ലതാണ്. 3 നിൽക്കുന്ന ഘട്ടം വളരെ സൂക്ഷിക്കേണ്ടുന്നതുമാണ്. അപ്പോൾ 2-ൽ വേഴം വരുമ്പോൾ എന്തൊക്കെ കിട്ടും? നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടും. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകുന്നതല്ല. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മോട്ടോർ വേണമെങ്കിലും പ്രവർത്തിപ്പിച്ച്, ഏത് ഫാക്ടറി വേണമെങ്കിലും പ്രവർത്തിപ്പിച്ച്, എന്ത് കാര്യം വേണമെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേടി ജയിക്കാൻ പറ്റും. എല്ലാ ഉപകരണങ്ങളും യന്ത്രവൽക്കരണങ്ങളും ഉണ്ടെങ്കിലും കറണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും നടക്കാതെ പോകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കറണ്ടുള്ള സമയമാണ്. ഒരു ജനറേറ്റർ പോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാ കാര്യത്തെയും നമുക്ക് വിജയിപ്പിച്ച് നേടാൻ പറ്റും. 2 എന്ന് പറയുന്നത് വിദ്യയും കുടുംബവും ധനവും ആണ്. വിദ്യയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും പോണവർക്കും വിദ്യാഭ്യാസ മേഖലയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രവർത്തകർക്കും ഒക്കെ നല്ല അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രതീക്ഷിക്കാം. പഠിക്കാൻ പോണവർക്ക് ഉന്നത വിജയങ്ങളും നല്ല മാർക്കും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടും. വിദ്യയ്ക്ക് നേട്ടങ്ങൾ കിട്ടി വിദ്യ കൊണ്ടുള്ള സൗഭാഗ്യങ്ങൾ കിട്ടുന്ന സമയമാണ്. വിദ്യ തന്നെ സർവ്വധനാൽ പ്രധാനം എന്നാണ് പറയുന്നത്. എല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും വിദ്യ ഇല്ലെങ്കിൽ പിന്നെ ഒരു ഗതി ഇല്ലാത്തതുപോലെ ആവും. എങ്കിലും ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞിരുന്നാൽ പോലും വലിയ ഭാഗ്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നതെന്ന് പലവരുടെയും ജീവിതാനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ളവർക്കും പല കഴിവുകളിൽ നേട്ടം കിട്ടിയവർക്കൊക്കെ ശരിക്കും അവരുടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നേടിയിട്ടുള്ളത്. വിദ്യ, കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം ചേർന്നതാണ് കുടുംബം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ സന്തോഷജനകമായ രീതിയിൽ സ്നേഹിച്ച് ഒന്നിച്ച് യോജിച്ച് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യങ്ങളുണ്ട്. കാരണം ഭാര്യ ഒരു നാട്ടിൽ, ഭർത്താവ് ഒരു നാട്ടിൽ, മക്കളൊരു നാട്ടിൽ, അച്ഛൻ ഒരു നാട്ടിൽ, അമ്മ ഒരു നാട്ടിൽ, ഇങ്ങനെയൊക്കെ ജീവിത പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ പല നാട്ടിലും ജീവിക്കാൻ പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ പല വഴിക്ക് ആയി പോകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛനെയും അമ്മയും ഭാര്യയും ഭർത്താവിനെയും മക്കളെയൊക്കെ ഒന്നിച്ച് സ്നേഹിച്ച് സല്ലപിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു വർഷമാണത്. അതുപോലെ കലഹിച്ചിരിക്കുന്നവർക്കും വിരോധിച്ചിരിക്കുന്നവർക്കൊക്കെ സ്നേഹിച്ച് ജീവിക്കാനും യോഗമുണ്ട്. നമ്മൾ പുണർതം നക്ഷത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുണർതം ദേവഗണമാണ്. ഭക്തിയും വിശ്വാസമുള്ള ആളാണ്, കഴിവും സ്നേഹവും ഉള്ള ആളാണ്. എങ്കിലും ബന്ധുഗുണം ഈ നാളിന് കുറവാണ്. ശ്രീരാമസ്വാമിയുടെ നാളായതുകൊണ്ട് അച്ഛൻ്റെ സഹോദരങ്ങളുടെയൊക്കെ പ്രീതി കിട്ടുമെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ പ്രീതി അത്രത്തോളം കൂടുതൽ ലഭിക്കുന്ന ഒരു നാളല്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, സഹായിക്കുന്നു. പക്ഷെ അവർ നമ്മളെ ഒരു രീതിയിലും മനസ്സിലാക്കുന്നില്ല, സഹായിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഉപദ്രവിക്കുകയാണെന്ന് നമുക്ക് തോന്നരുത്. കാരണം നമ്മൾ നല്ല രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് നമ്മളോട് അവർക്ക് സ്നേഹം തന്നെ തോന്നും. പിന്നെ നിങ്ങൾ ചെറിയ കാര്യത്തിനും ചെറിയ വാശിയും വിരോധവും ഒക്കെ കാണിച്ച് ഉള്ള സ്നേഹവും ഇഷ്ടവും ബന്ധവും തകർക്കാതിരുന്നാൽ മതി എന്നാണ് പറയാൻ പറ്റും. കാരണം ഇവർ പാവം ക്രൂരന്മാരാണ്. ആർക്കും ഉപദ്രവമൊന്നും ചെയ്യാൻ പോകില്ലെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങളിൽ മറ്റുള്ളവർ
അംഗീകരിച്ച് സ്നേഹിച്ച് അവരാണ് വലുതെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അവരുടെ വലിപ്പത്തിന് നമ്മൾ ചെറുതായിട്ട് കാണരുത്. നിങ്ങൾ തന്നെ വലിയ ആൾ എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്ക് ആ ഒരു അംഗീകാരം കൊടുത്താൽ അവരവിടുത്തെ വലിയ ആളായിട്ട് തന്നെ ബന്ധുക്കളും സഹോദരങ്ങളും മക്കളും മരുമക്കളും ഒക്കെ കാണുന്നത് എന്നുള്ള ഒരു ബലം മാത്രം മതി. അവരിൽ നിന്ന് എല്ലാ പ്രീതിയും നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ച് വരും, ധനം കിട്ടും, വിദ്യ കിട്ടും, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. സൗമ്യ വിത്തഗതേ പുരാർജിത ധനനാമേവ വൃത്യുൽഭവ പ്രാപ്ത്യാപ്തുർ ഭരണീയരജ്ജന സുഖം പൃഷ്ടേരിയായാൽ ഫലോ എന്നാണ്. പൂർവിക സ്വത്തുവകകൾ നാമമാത്രമായിട്ടുണ്ടെങ്കിലും ഏവ വൃത്യുൽഭവ വൃത്തി ഉത്ഭവിക്കും, പ്രാപ്ത്യാപ്തുർ പ്രാപ്തി കാര്യപ്രാപ്തി ഉണ്ടാവും, ഭരണീയരജ്ജന ഭരണജനങ്ങളെ കൊണ്ടുള്ള സുഖം സന്തോഷം കിട്ടും, പൃഷ്ടേരിയായാൽ എല്ലാ ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരുന്ന ഭാഗ്യം കിട്ടുന്ന യോഗമുള്ള ഒരു സമയം കൂടിയാണ് ഈ 2-ലെ വേഴൻ സഞ്ചരിക്കുന്ന സമയം. 6-ാം മാസം കൊണ്ട് അത് 3-ലേക്ക് വരും. 3-ൽ വരുമ്പോൾ സൗമ്യ ഭ്രാതൃഗതേ സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സദ്ബുദ്ധി ഹൃദയസ്യ ധൈര്യരുതി ഇത്യേതൽ ഫലം പ്രച്ചതാണ്. സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടാനും ആരോഗ്യം അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടാനും അതേപോലെ ഈ സഹോദര ആരോഗ്യ അധികമായ ലാഭങ്ങൾ നേട്ടങ്ങൾ കിട്ടാനും സൽബുദ്ധി സൽബുദ്ധി ഉദിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഏത് കാര്യം വിചാരിച്ചാലും അതൊക്കെ നേടി ജയിക്കാനും നല്ല ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിച്ച പരാജയങ്ങളെ വിജയകരമായിട്ട് മാറ്റാനും ഒക്കെ പറ്റും. അങ്ങനെ ധൈര്യവും സന്തോഷവും ഒക്കെ കിട്ടുമെന്നാണ് 3-ല് വേഴഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം പറയുന്നത്. പക്ഷെ എന്നാൽ വേഴ 3 നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന പണി നമുക്ക് ഉണ്ടായിപ്പോകും. കാരണം വേഴ 3 നിൽക്കുമ്പോൾ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവും എന്നാണ്. അപ്പം 3 സഹോദര സ്ഥാനം. വേഴ ധനകാരകനാണ്, സന്താനകാരകനാണ്. അപ്പോൾ സഹോദരങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആരുടെയും ഒരു സഹായം എനിക്ക് വേണ്ടാന്നങ്ങ് തീരുമാനിച്ച് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പിള്ളേരുമായിട്ട് വഴക്ക്, സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മെച്ചങ്ങൾ കിട്ടാതിരിക്കും. പ്രൊമോഷൻ, സാലറി, പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടിയാൽ എനിക്ക് എൻ്റെ ജോലിയിൽ പൈസയൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാലേ പറ്റുള്ളത് തോന്നി ചാടി മാറി പോകാനൊക്കെ തോന്നുന്ന അവസ്ഥ. ഒരു രാജ്യത്തിൽ ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാൻ തോന്നാത്ത ചിന്താഗതി, ഇതൊക്കെ തോന്നിപ്പോകും. അപ്പം അങ്ങനെയുള്ള കുരുക്കളിൽ ചാടരുത്. കാരണം വേഴ 3 നിൽക്കുമ്പോൾ കറക്റ്റ് ഈശ്വരാനുകൂല്യം കുറഞ്ഞു വരുന്ന ഘട്ടമാണ്. പിന്നെ വാശിയും വിരോധമൊക്കെ തോന്നുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ വിഷ്ണു പൂജ, ഭാഗ്യസൂക്ത ജപം, ഐക്യമക്ത സൂക്ത ജപം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് നിവർത്തി വരികയും ധനധാന്യ അപവൃത്തികൾ കിട്ടുകയും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം കിട്ടുകയൊക്കെ ചെയ്യും. കൂടുതലും ഈശ്വരഭക്തി ഉള്ളവർക്ക് ദോഷങ്ങൾ ബാധിക്കാറില്ല. പക്ഷെ ഈശ്വരനെ ഭജിച്ചിട്ട് വീട്ടിൽ അടിയുണ്ടാക്കുന്നവരും ധാരാളമുണ്ട്. ഞങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വഴക്കുണ്ടാക്കുന്നതല്ല, കാര്യം പറയണം. കളരിക്ക് പുറത്തെന്ന് പറയും പോലെ നമ്മൾ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? നമ്മളെ ഭാര്യയുടെ ആയിരുന്നാലും മക്കളുടെ ആയിരുന്നാലും ബന്ധുക്കളുടെ ആയിരുന്നാലും ആരുടെ ആയിരുന്നാലും നമ്മളെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് അവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണമെന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളാണ് വിരോധത്തിന് വഴി തെളിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് മയത്തിലൊക്കെ ഒന്ന് പോകണം. പിന്നെ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷവും അടുത്ത വർഷവും എന്തുകൊണ്ടും നല്ലതാണ്. കാരണം വേഴഗ്രഹം നമുക്ക് ജനിച്ച രാശിയിലാണ് വരുന്നത്. അപ്പം ജനിച്ച രാശിയിൽ വേഴം വരുമ്പോൾ സൗമ്യ ലഗ്നഗതേ സുഖസ്ഥിതി ജയ ആരോഗ്യാർത്ഥ സമ്പത്ത്, സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അർത്ഥസമ്പത്തുകൾ കിട്ടും, കീർത്തിയും വിശേഷലബ്ധി രീതി വിജ്ഞയങ്കൽ പ്രചോദനം. വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്ത് ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നിരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, പ്രവൃത്തി, ഐശ്വര്യം ഇതൊക്കെ കിട്ടാനും നല്ല ഭാഗ്യ നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ നമുക്ക് യോഗങ്ങളുള്ള ഒരു സമയമാണ് വേഴം 1 വരെ. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടും നമ്മൾ വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത പരിപാടികൾ വെറും 12 മണിക്കൂർ കൊണ്ട് തന്നെ നേടി ജയിക്കാൻ പറ്റുന്ന സമയമാണ്.
അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചതും നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ളതും അധ്വാനിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾ യഥാർത്ഥമാക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നല്ലത് തന്നെ വരാനുള്ള പൂർണ്ണ യോഗമുണ്ട്. 2 വേഴഗ്രഹം വരുമ്പോഴും നല്ല സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും വിദ്യയും കുടുംബവും ധനവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നത് പൈസ കിട്ടാൻ വേണ്ടിയാണ്. ജീവിക്കാൻ പൈസ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കറിയാവുന്നുള്ള തൊഴിൽ കൊണ്ട് ജീവിക്കുന്നതാണ് സാധാരണ പതിവ്. പക്ഷേ ചില ജോലികൾ പോലും ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ചില ശത്രുതാ മനോഭാവങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാൻ കുറച്ച് മാത്രമേ പറ്റുമെങ്കിലും എല്ലാവരുടെയും രീതി കിട്ടത്തക്ക രീതിയിലുള്ള സഹായങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വിദ്യയും ഉദ്യോഗവും സമ്പത്തും ഐശ്വര്യവും സന്തതിയൊക്കെ കിട്ടുന്ന സമയമാണ് വേഴഗ്രഹം 2 സഞ്ചരിക്കുന്ന ഘട്ടം. 2027 6-ാം മാസം 26-ാം തീയതി വരെയാണ് നമുക്ക് വേഴഗ്രഹം അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ കർക്കിടക കൂറുകാരുടെ രോഗങ്ങളും വിഷമങ്ങളും തടസ്സങ്ങളും എല്ലാം മാറി നല്ലത് വരും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ചിലപ്പം ജന്മനാലേ ഭാഗ്യമില്ലാത്തവരുണ്ട്, നല്ല ജോലി കിട്ടിയാൽ കളഞ്ഞിട്ട് വരണവരുണ്ട്, ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ വേണ്ടാന്ന് വിചാരിക്കുന്നവരുണ്ട്, ഉള്ള ബന്ധങ്ങൾക്ക് കോട്ടം വരണവരുണ്ട്. അങ്ങനെ വലിയ അധികാരികളായിരുന്നാലും ഉദ്യോഗസ്ഥനായിരുന്നാലും സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളാണെങ്കിലും ചില ജാതകത്തിൽ ഗ്രഹപ്പിഴകൾ കൊണ്ട് സകലതും തകർന്നു പോണവരും ഒന്നുമില്ലാത്തൊരു സർവ്വതും നേടി വരുന്നവരും ഉണ്ട്. അത് അവരുടെ ജനന ഗുണം കൊണ്ടും ദോഷം കൊണ്ടുമാണ്. അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നറിയാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ നോക്കാം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഫീസ് ചോദിക്കുമ്പോൾ അത്യാഗ്രഹമാണെന്ന് വിചാരിച്ചു പോകരുത്. കാരണം ഇത് ജോലിയുണ്ട്. ജാതകമൊക്കെ എടുത്ത് ഗണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ സൗജന്യമായിട്ട് നോക്കുന്നത് എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യക്കുറവും സമയക്കുറവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയെ കൂടെ പോയി ഒന്ന് കാണണം. എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയം, യമരാജ പൂജ, കാലഭൈരവ പൂജ, വൈകുന്നേരം ഭദ്രകാളി പൂജ, സർപ്പപൂജകൾ, പാലഭിഷേകം, തേന്, തൈര്, അതേപോലുള്ള വിശിഷ്ടമായിട്ടുള്ള അഭിഷേക ദൈവങ്ങളൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, പുണ്യകർമാദികളൊക്കെ നടത്താറുണ്ട്. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനാദി, സഹോദരാദി, ബന്ധു മിത്രാദിയൊക്കെ എല്ലാവിധ ഐശ്വര്യ പ്രവൃത്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.